ഹലോ ഗൈസ്, അപ്പോൾ ക്രിപ്റ്റോ ട്രൈബിൻ്റെ ഹാംസ്റ്റർ ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് RWA എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ഹാംസ്റ്റർ വെച്ച് ഈ ഒരു RW കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ടുകളുണ്ട്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ആള് ക്രിപ്റ്റോ ട്രൈബ് വളരെ നീറ്റായിട്ട് അതിൻ്റെ ടേംസും വേർഡ്സും ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇതിലുള്ള അറിവുള്ള ആൾക്കാർക്ക് ഇതിൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർ അയച്ചു തന്നിട്ട് ഇതെന്താണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് തരാം. റിയൽ വേൾഡ് അസറ്റ് അല്ലെങ്കിൽ ടോക്കണൈസേഷൻ, നമ്മുടെ വേൾഡിലുള്ള റിയൽ വേൾഡ് അസറ്റുകൾ ഏതൊക്കെയാണ്? ഗോൾഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇക്വിറ്റീസ് ആയിക്കോട്ടെ, US ട്രഷറി ബോണ്ടുകൾ ആയിക്കോട്ടെ, പ്രൈവറ്റ് ക്രെഡിറ്റുകൾ ആയിക്കോട്ടെ, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ ട്രേഡ് ചെയ്യാനും അവസരം തരുന്നതിനാണ് ടോക്കണൈസേഷൻ എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഗോൾഡ് ഒരു ടോക്കൺ ആയിട്ട്, ഇല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ടോക്കണൈസേഷൻ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിലേക്ക് ഈ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും നിങ്ങൾക്ക് ഒരു അവസരം തരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം ഹൈപ്പ് ആൻഡ് ട്രെൻഡിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ 2025 ഇത് വന്നപ്പോൾ ഇതിന് 6 ബില്യൺ മാത്രമായിരുന്നു മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് മെയ് മാസം ഈ ഒരു മാസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ 30 ബില്യണിലേക്ക് ഇതിൻ്റെ ഒരു വാല്യൂ കൂടി കഴിഞ്ഞു. അതേപോലെ തന്നെ 2030 ഇതിനൊരു പ്രഡിക്ഷൻ എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് 320 ബില്യൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒപ്റ്റിമൈസ് കേസ് പ്രഡിക്ഷൻ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 4 ട്രില്യണിലേക്ക് ഈ ഒരു മാർക്കറ്റ് വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബാങ്കുകളായിക്കോട്ടെ, എക്സ്ചേഞ്ചുകളായിക്കോട്ടെ, ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, എല്ലാ കസ്റ്റഡിയൻസും ഇത് ഹെവിലി യൂസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ വളരെയധികം കൂടാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒരു ക്രിപ്റ്റോ ഏത് ക്രിപ്റ്റോയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഈ ക്രിപ്റ്റോയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. ഇന്ന കാര്യങ്ങളൊക്കെ ആൾറെഡി തന്നെ ഉപയോഗിച്ചിട്ട് വരുന്ന കുറച്ച് ടോക്കണിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഫസ്റ്റ് തന്നെ ചെയിൻ ലിങ്ക് ആണ്. അവിടെ ഒറാക്കിൾ ആൻഡ് RWA ഇന്റഗ്രേഷൻ അവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അത് അവിടെ ടോക്കണൈസ് ട്രഷർ ഇല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഉണ്ട്. ട്രഷറി ബാക്ക് ഡെഫി എക്സ്പോഷർ ആണ്. എത്തീരിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. എത്തീരിയം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് RW ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടോക്കൺ ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്തീരിയത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ വിത്തിൻ സെക്കൻഡ് കണ്ടുകൊണ്ട് നടത്താൻ പറ്റും എന്നുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ആ ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആവലാച്ചി എന്ന് പറഞ്ഞിട്ടുള്ളതും സ്റ്റെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ളതും പോളിഗൺ എന്ന് പറഞ്ഞിട്ടുള്ളതും ഇതൊക്കെ യൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എത്തീരിയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ അങ്ങനെ വന്നാലും അതിൽ ചില പ്രൊജക്റ്റുകൾ ഫെയിൽ ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. ക്രിപ്റ്റോ ഈസ് ആൾവേസ് റിസ്ക് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ടോക്കണൈസേഷൻ ഇല്ലെങ്കിൽ ടോക്കണൈസേഷൻ ട്രഷറിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറയുന്നത് ബ്ലാക്ക് റോക്ക് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഓണ്ടോ ഫിനാൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ട്രഷറി ബാക്ക്ഡ് ആയിട്ടുള്ള ഏതൊരു സ്റ്റേബിൾ കോയിൻ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ആ ഒരു യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രഷറി ബോണ്ട് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ എന്തെങ്കിലും ഒരു പൈസ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ എക്സ്ചേഞ്ചിലാണ് ഇത് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ഏതാണ്? ബിനാൻസ് തന്നെയാണ്. അപ്പോൾ BNB എന്ന് പറയുന്നതിലും വളരെയധികം വാല്യൂ കൂടാനുള്ള ചാൻസുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഇൻജെക്റ്റീവും XRP എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും വാല്യൂ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അല്ലെങ്കിൽ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിലും അതേപോലെ തന്നെ കോയിൻ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളതിലും അതേപോലെ തന്നെ റോബിൻ ഹുഡ് മാർക്കറ്റിലായിരിക്കും ഇത് വളരെയധികം യൂസ് ചെയ്ത് വളരെയധികം ഹൈപ്പ് ചെയ്ത് ഇല്ലെങ്കിൽ ഇവരായിരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു RWA ഇല്ലെങ്കിൽ ടോക്കണൈസേഷനിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വളരെയധികം ഫ്യൂച്ചറിൽ ഒരുപാട് കോടികൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ന്യൂസും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ RWA ഇല്ലെങ്കിൽ AA ഇന്റഗ്രേഷൻ അതേപോലെ തന്നെ ട്രഷറി ബാക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് കോയിൻസ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും കൊണ്ട് തലവെക്കാൻ പറ്റുമോ? തലവെക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ റിയൽ പാർട്ണർഷിപ്പ് ഉണ്ടോ, ആക്ച്വൽ റവന്യൂ ഉണ്ടോ, ടീം പബ്ലിക് ആണോ, ടോക്കൺ എപ്പോഴൊക്കെ അൺലോക്ക് ആവും, ലിക്വിഡിറ്റി എത്രത്തോളം ലോക്ക്ഡ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ടീം ബാക്ക്ഗ്രൗണ്ട് ഇവർ മുമ്പ് സ്കാം ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ നല്ല നല്ല എക്സ്ചേഞ്ചുകളിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിന് ഓഡിറ്റഡ് എന്താണ്, Tier 1 Tier 2 Tier 3 എക്സ്ചേഞ്ചുകളിലൊക്കെ ആണോ ലിസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാനിവിടെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു സേഫർ സൈഡ് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ETHും ലിങ്കും ഓണ്ടോ BTC മാത്രമാണ് എടുക്കുക. അതല്ലാതെ നിങ്ങളിപ്പോൾ ഡെയിലി ഇൻകം തരുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഡെയിലി ഇൻകം തരുന്ന ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് 100% സ്കാം ആണ്. അതേപോലെ തന്നെ അൺറിയലിസ്റ്റിക് APY നിങ്ങൾക്ക് എത്രത്തോളം ശതമാനം പ്രോഫിറ്റ് തരുന്ന, വർഷത്തിൽ എത്രത്തോളം ശതമാനം പ്രോഫിറ്റ് തരും എന്ന് ഗ്യാരണ്ടി പറഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്കാം ആയിരിക്കും. അതേപോലെ തന്നെ റെഫറൽ ഒരുപാട് ഹെവിലി കൊടുത്തിട്ട് നമുക്ക് അതിന് ഒരു MLM സ്കീം പോലെ തരുന്ന ഒരു ടോക്കൺ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിലും നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും സ്കാമിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെടും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ലോക്ക്ഡ് സ്റ്റേക്കിംഗ് സിസ്റ്റം ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് അൺക്ലിയർ ആയിട്ടുള്ള ഒരു റവന്യൂ ആണ് നിങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരുപാട് പൈസ ഗ്യാരണ്ടി ചെയ്യുന്ന ഏതൊരു പ്രൊജക്റ്റിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. ചെയ്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്കാമോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെച്ചോ.